വചനമൊഴി ഡിസംബർ 21. വചനഭാഗം ഗലാത്തി 1:11-17, യോഹന്നാന്റെ സുവിശേഷം 3:31-36. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ലോ ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ ഉണ്ടായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് മരുഭൂമിയിൽ കർത്താവിന്റെ ശബ്ദമായി വന്ന സ്നാപയോഹന്നാനെ കുറിച്ചായിരുന്നു. ഇന്ന് സ്നാപയോഹന്നാൻ ഈശോയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഈശോയുടെ ദൈവത്വം പ്രഖ്യാപിക്കുന്ന സാക്ഷ്യമാണ് സ്നാപകൻ നൽകുന്നത്. ഈശോ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ, അവൻ എല്ലാവർക്കും ഉപരിയാണ്. ഈശോ ദൈവം അയച്ചവൻ, അവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. സത്യദൈവമായ ഈശോ മിശിഹായെയും അവിടുത്തെ അയച്ച പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മനുഷ്യരക്ഷയ്ക്കായി മണ്ണിൽ അവതരിച്ച ഈശോയുടെ പിറവി തിരുനാൾ ആചരിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈശോയെ കർത്താവും ദൈവവുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അവിടുത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പുൽത്തൊഴുത്തിൽ പിറന്ന മിശിഹായെ നമുക്കും ജീവിതത്തിൽ സ്വീകരിക്കുവാനും ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ ഭവനമാണ് നാം എന്ന ബോധ്യത്തിൽ ആയിരിക്കുവാൻ ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലും മിശിഹ വന്ന് പിറക്കുന്ന ബേത്ലഹേമുകളാണ് നാം എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.